സ്കിൻ ആൻഡ് ഹെയർ കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്കറിയാം തൈര് എന്ന് പറയുന്നത്. മുടിക്ക് നല്ല തിളക്കം നൽകാനായിട്ടും അതുപോലെ സ്കിന്നിനായാലും പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ വളരെ നല്ല ഒരു കാര്യമാണ് തൈര്. തൈരിൽ സിങ്ക്, ആൽഫ ഹൈഡ്രോക്സി ആസിഡ്, ലാക്റ്റിക് ആസിഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതെന്തിനാണ് ഈ ലാക്റ്റിക് ആസിഡ് ക്ലെൻസ് ചെയ്യാനായിട്ട് ഫേസിലായാലും ഇപ്പോൾ നമ്മൾ മാസ്കുകളൊക്കെ ഇടുമ്പോൾ ഇത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ക്ലെൻസിങ്, അതുപോലെ നമ്മുടെ ഡെഡ് സ്കിന്ന് പെട്ടെന്ന് പോകാനായിട്ട് സിങ്ക് എന്ന് പറയുന്ന സാധനം ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അതിനൊക്കെ അതൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ തൈര് ഉണക്കി പൊടിച്ചെടുക്കാൻ പോവാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റിൽ നമുക്ക് ലോങ് ടൈം നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും തൈര് ഡയറക്റ്റ് ഫ്രഷായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഹെയർ മാസ്കുകൾ, ഇപ്പോൾ ഈ മെഹന്തിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ ഇത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ പൗഡറായിട്ട് നല്ല ഫൈൻ പൗഡർ കിട്ടുവാണെങ്കിൽ, വീട്ടിൽ പൊടിപ്പിക്കുമ്പോൾ ഫൈൻ പൗഡർ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഫൈൻ പൗഡർ കിട്ടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ് ക്രീമുകളിൽ ചേർത്ത് കൊടുക്കാം, അതുപോലെ മാസ്കുകളിൽ, ഹെയർ മാസ്കുകളിൽ അത് സോക്ക് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഡക്റ്റിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് ഉണ്ടാക്കി ചെയ്യുക എന്നുള്ളത് ഒട്ടും പ്രാക്ടിക്കൽ, വളരെ കുറവേ ക്വാണ്ടിറ്റിയെ നമുക്കിത് കിട്ടുള്ളൂ. അത് നമുക്കപ്പോൾ തൈരിൻ്റെ പൗഡർ പുറത്തുനിന്ന് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് നടത്തണം അല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതെങ്ങനെ നമ്മുടെ സ്കിന്നിൽ റിയാക്ട് ചെയ്യുന്നു, നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറയുന്നുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പൗഡർ പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. അതിന് നമ്മൾ നല്ല കട്ട തൈര് എടുത്തിട്ട് ഒരു ഫിൽറ്ററിലേക്ക് നല്ല കണ്ണി അടുത്ത ഒരു ഫിൽറ്ററിൽ നമ്മളത് ഇട്ടിട്ട് അത് ഒരു 6-7 മണിക്കൂർ അതങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം മുഴുവൻ അതിലേക്ക് ഊർന്നു വരും. ഇനി അതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഇതുപോലെ പരത്തി കൊടുക്കുക. അധികം തിക്കാവരുത്, എന്നാൽ അധികം തിന്നാവരുത്. തിന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുട്ടിപ്പിടിച്ച് പിന്നെ നമുക്ക് കിട്ടില്ല. ഉണങ്ങി കഴിയുമ്പോൾ അതിങ്ങനെ വിട്ട് പോരും. എന്നിട്ട് നമ്മളിത് വെക്കുമ്പോൾ നമ്മൾ അധികം ഭയങ്കര ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് വെക്കരുത്. എന്നാൽ വായുസഞ്ചാരമുള്ള, അതായത് ഹ്യൂമിഡിറ്റി മോയ്സ്ചറൊന്നും തങ്ങി നിൽക്കാത്ത ഒരു സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂത്തുപോവും, ഫംഗസൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് ഞാൻ 2 ദിവസം വെച്ച് ഉണക്കിയതാണ്. അത് അത്ര അങ്ങോട്ട് ഉണങ്ങിയില്ല. നമ്മൾ പൊടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങോട്ട് വരണം. അപ്പോഴാണ് അത് നമ്മൾക്ക് നന്നായിട്ട് ഉണങ്ങി. ഒരു 3-5 ദിവസത്തിനുള്ളിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ 2 പാത്രം വെച്ചായിരുന്നു, പക്ഷേ ഒരു പാത്രം എനിക്കിവിടെ ബാൽക്കണിയിലാണ് വയ്ക്കുക. അപ്പോൾ ഒരു പാത്രത്തിലുള്ളത് അതുമേ ഫംഗസായി, കാരണം അതുമേ പൂപ്പൽ വന്നു. അത് എയർ സർക്കുലേഷൻ പ്രോപ്പർ അല്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ കുറവേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ പല സ്റ്റെപ്സ് നമ്മൾ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ആവശ്യമുള്ള ഒരു ക്വാണ്ടിറ്റി ആയി കഴിയുമ്പോൾ നമ്മളത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. തിന്നായിട്ട് പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരുന്നാൽ പിന്നെ വലിയ പാടാണ് ഇത് അടർത്തിയെടുക്കാനായിട്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പൂപ്പൽ പോലെ വന്നു. ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഞാൻ ബാൽക്കണിയിൽ വെച്ചാണ് ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു വിൻഡോയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അടുത്ത് വെച്ച് പ്രോപ്പറായിട്ട് കിട്ടി. മറ്റേത് അത്ര എയർ സർക്കുലേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അത് അവിടെ ഇരുന്ന് പൂക്കുകയാണ് ചെയ്തത്. ഇതിന് മുൻപ് ഞാനൊരു ഹെയർ മാസ്കിൽ ഇത് ആഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്, സോക്ക് ചെയ്തത്. അല്ലാതെ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രീമുകളിലും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഹെർബൽ പൗഡറുകൾ, ഫേസിനും ബോഡിക്കുള്ള ഹെർബൽ പൗഡറുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെയൊക്കെ ഇത് കുറച്ചൊന്നും ആയി കഴിയുമ്പോൾ അതിൻ്റെ വീഡിയോയുമായിട്ട് വേറെ ഞാൻ അപ്ലോഡ് ചെയ്യാം. വീണ്ടും കാണാം. ബൈ.